എപ്പോഴും ഡിസൈനിങ്ങിൻ്റെ വാളിൽ ചെയ്യുന്ന ഡിസൈനിങ് മാത്രം കണ്ടാൽ പോരല്ലോ. നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്ത് യൂസ് ചെയ്താണ് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് കിട്ടണതെന്നൊക്കെ കൂടി അറിയണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസൈൻ മാത്രം ചെയ്ത് വെച്ചിട്ടില്ല, ഈ ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെ പ്രൊഡക്റ്റാണെന്ന് കൂടി അറിയണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ തരുന്നത്. ഏതൊക്കെ പ്രൊഡക്റ്റ് വെച്ചാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് റോയൽ പ്ലേ വെച്ച് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാം ഇല്ല, ഇന്ന് അത്യാവശ്യം. അപ്പോൾ सब लोगों को अच्छा वाल फिनिश हो टेक्सचर करेगा, टेक्सचर बनाया करेगा, वो क्या क्या मटेरियल यूज़ करने का वो नहीं मालूम, वो पूरा आदमी को नहीं मालूम वो क्या क्या मटेरियल यूज़ करेगा, वो डिज़ाइन वर्क देखा है वो मटेरियल कौन सा है। आज का वीडियो वो मटेरियल है, ऐसे ऐसे डिज़ाइन का मटेरियल्स इंट्रोड्यूस करेगा। अच्छा देखो, वो मलयालम और हिंदी में मैं तो बोलता हूँ, तुम ऐसे ऐसे देखो, सब लोगों को देखो, वो अच्छा होने तो वो हमको കമൻറ്റ് കറോ, ലൈക്ക് കറോ, നെയ്യത്തോ ഡിസ്ലൈക്ക് കറോ, കോയി പ്രോബ്ലം നെയ്യേ. ഓക്കെ, ആദ്യം നമുക്ക് റോയൽ പ്ലേ എന്ന് തുടങ്ങാം. ഇപ്പോൾ റോയൽ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ് റോയൽ പ്ലേ എന്നത്. ഒന്ന് മെറ്റാലിക്സ്, റോയൽ പ്ലേ മെറ്റാലിക്സ് ആണിത്. പിന്നെ ഒരു ടൈപ്പാണ്, വേറെ ടൈപ്പാണ് സ്പെഷ്യൽ എഫക്റ്റ് പെയിൻറ്റ്സ്, നോൺ മെറ്റാലിക്സ്. ദോ ടൈപ്പ് പെയിൻറ്റ് റോയൽ പ്ലേ ഡിസൈൻ മെറ്റീരിയൽ. സ്പെഷ്യൽ എഫക്റ്റ് പെയിൻ്റാണ് പ്ലേയുടെ ഇതാണ്. ഇതിൻ്റെ ബേസ് നമ്മളിപ്പോൾ പ്ലേ അടിക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ബേസ് കോട്ടായിട്ട് യൂസ് ചെയ്യേണ്ടത് റോയാലിയാണ്. വേറെ ഒന്നല്ല, റോയാലി യൂസ് ചെയ്യുമ്പോൾ റോയാലിയിൽ അതിൻ്റെ ഷൈനിങ്ങിലും റോയൽ പ്ലേ ചെയ്യാനുള്ള ഒരു ടൈമിങ്ങും അതിൻ്റെ എഫക്റ്റ് നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് റോയാലി അടിക്കണം. ബേസ് കോട്ട് പക്ക റോയാലി അടിക്കണം. റോയാലിയാണ് നമുക്ക് ബേസ് കോട്ട് അടിക്കേണ്ടത്. എനി ടൈം എനി യൂസ് റോയൽ പ്ലേ डिज़ाइन वर्क इन वॉल्स अप्लाई बेस कोट रॉयली, नो अदर पेंट यूज़, ओनली रॉयली यूज़ करने का अच्छा डालते हो तो अच्छा डिज़ाइन परफेक्शन हो गया. दूसरा पेन बेस कोट अप्लाई करने का वो प्ले का अच्छा फिनिश नहीं हो गया. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. റോയാലി എപ്പോഴും യൂസ് ചെയ്യുക, ബേസ് കോട്ട് എപ്പോഴും റോയാലി അപ്ലൈ, ബേസ് കോട്ട് റോയാലി അപ്ലൈ, ടോപ്പ് കോട്ട് പ്ലേ, സ്പെഷ്യൽ എഫക്റ്റ് ഓർ മെറ്റാലിക്സ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും ഡിസൈൻ തെളിയുന്നില്ല, ഡിസൈൻ വർക്കാണില്ല എന്നൊക്കെ പറയുന്നത് കൂടുതൽ കാരണം അതാണ്. റോയാലി ബേസ് കോട്ട് റോയാലി അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണത്. നമ്മൾ ഈ റോയാലി അടിക്കാനും ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ റോളർ വെച്ച്, വലിയ റോളർ വെച്ചല്ല റോയാലി എപ്പോഴും അടിക്കേണ്ടത്. ഇത് ഇതുപോലത്തെ റോളർ കണ്ട, സ്പോഞ്ച് റോളർ എന്ന് പറയും. ഇതിപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്, അതിന് ഫ്രഷ് മേടിക്കാൻ കിട്ടും. ഇതിന് 6 ഇഞ്ച് സ്പോഞ്ച് റോളർ എന്ന് പറയും, വളരെ ചെറുതാണ്. അല്ല, ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനൊക്കെ 6 ഇഞ്ച് റോളർ വെച്ച് വേണം യൂസ് ചെയ്യാൻ. ഈ റോയാലി അപ്ലൈ ചെയ്യുന്നത് റോളർ ഫിനിഷിങ് പക്ക ഫിനിഷിംഗ് ആയിരിക്കും ഈ റോളർ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഈ റോളർ വെച്ചാണ് ഈ റോയാലി അടിക്കേണ്ടത്. 2 കോട്ട് അപ്ലൈ, ഫുൾ വാൾ 2 കോട്ട് അപ്ലൈ തരും. 2 കോട്ട് അടിക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് യൂസ് അടിപൊളിയാവുള്ളൂ കേട്ടോ. ഇനി അടുത്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇത് റോയാലിയുടെ ഡിസൈനാണ്, ക്രിങ്കിൾ പേപ്പർ എന്ന് പറയുന്നത്. ക്രിങ്കിൾ പേപ്പർ കണ്ടോ, ഇതാണ് റോയൽ പ്ലേ ക്രിങ്കിൾ പേപ്പർ. ഇതിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് റോയൽ പ്ലേയുടെ ക്രിങ്കിൾ പേപ്പർ. കണ്ടോ, ഇതാണ് ക്രിങ്കിൾ പേപ്പർ. ഇത് നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇതിൽ നിന്ന് തന്നെ കിട്ടും, കടകളിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചാണ് നമ്മൾ ക്രിങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്നത്. ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഡിസൈൻ ചെയ്യുന്നത് ഇത് വെച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന സാധനം മാസ്കിൻ ടേപ്പ്. ഇതെപ്പോഴും ഡിസൈൻ വർക്കിന് ആവശ്യമാണ്. അടുത്താണ് സ്പാച്ചുല ഡിസൈൻ ടൂൾ. സ്പാച്ചുല ഡിസൈൻ ടൂളാണ്. ഇത് നമുക്ക് അളവിനനുസരിച്ച് വലുതും ചെറുതാക്കാം. ഇത് കണ്ട, ഇത് വെച്ച് ചെയ്യുമ്പോൾ വളരെ ചെറിയ പാറ്റേൺ വരുള്ളൂ. ഇത് ചെയ്യുമ്പോൾ അതിലും വലിയ പാറ്റേൺ വരും. അതുപോലെ തന്നെ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി വലുത് വരും. ഏറ്റവും വലിയ സൈഡാണിത്. നമുക്ക് ഓരോ ഭിത്തിക്കും ആ ഭിത്തിയുടെ അനുസരിച്ച്, നമുക്കിപ്പോൾ ഒരു ചെറിയ ഭിത്തിയാണ് കിട്ടണമെങ്കിൽ വലിയ പാറ്റേൺ കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയതായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെറിയ സൈഡ് കൊടുക്കാം. ബഡാ വാൾ അല്ലെങ്കിൽ വലിയ വാൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. വാൾസിനനുസരിച്ച് നമ്മൾ
യൂസ് ചെയ്താൽ മതി. ഇത് കമ്പനി പ്രൊഡക്റ്റ് ആയിരിക്കണം, ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ फिनिशिंग आउला फिनिशिंग नहीं करेगा तो ओरिजिनल टूल नहीं है तो फिनिशिंग अच्छा नहीं है. ओरिजिनल टूल्स दे दो 800 और 900 रुपीस വരും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റിന് ഒരു 100 രൂപ 80 രൂപ 80 റുപ്പീസ് 90 റുപ്പീസ് ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ 800 to 700 ഒക്കെ വരും കേട്ടോ. പിന്നൊന്നാണിത്, പിന്നെ ഇതാണ് സ്പോഞ്ചിങ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തെടുത്തേക്കണേണ്, യൂസിങ്ങിന് വേണ്ടി എടുത്തതാണ്. സ്പോഞ്ചിങ് എന്ന് പറയും ഈ സാധനം. ഇതിനൊരു 1000 രൂപ 800 രൂപ അടുത്ത് ഈ ടൂൾസിന് വില വരും. അപ്പോൾ സ്പോഞ്ചിങ് ടൂള് 800 റുപ്പീസ് एक ടൂൾ. ഇത് നല്ല ഇത് വെച്ച് നമ്മൾ സ്പോഞ്ചിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണാം ഈ ഡിസൈനൊക്കെ ചെയ്യണത്. സ്ക്രീനിൻ്റെ സൈഡിലിട്ടാണ് ഡിസൈൻ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണത് ഇത് വെച്ചിട്ടാണ് സ്പോഞ്ചിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് സ്പോഞ്ചിങ്ങിൻ്റെ ടൂൾ. ഇത് വലുതായിരിക്കും, ഞാനിത് കീറിയതാണ്. ബെഡാ ടൂള്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് അത്യാവശ്യം ഒരു ട്രേ, ഒരു ബ്ലേഡ്, ആപ്ലിക്കേഷൻ റോളർ ഒക്കെ റോയൽ പ്ലേക്ക് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ്. ആപ്ലിക്കേഷൻ റോളറൊക്കെ പഴകുന്നവർ മാറ്റി നമ്മൾ നല്ല മേടിക്കണം, അല്ലെങ്കിൽ പ്ലേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് റാഗിങ് റോളർ. ഇതിപ്പോൾ നമ്മൾ കമ്പനി ടൂൾ, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കമ്പനി ടൂളല്ല, കമ്പനി ടൂളല്ല, ടിയ കമ്പനി ടൂൾസാണത്. इसका റേറ്റ് 800 റുപ്പീസ്. ഇതിൻ്റെ റേറ്റ് 800 റുപ്പീസാണ്. ഒറിജിനൽ ടിയ കമ്പനി ടൂളാണ്. അത് ഓപ്പൺ ചെയ്യാം. കണ്ട, ഇതാണ് റാഗിങ് റോളർ. ഒറിജിനൽ ടൂള് ഇതുപോലെ പെർഫെക്ഷൻ ഉണ്ടാവും, നല്ല കമ്പനി സാധനമായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന റാഗിങ് റോളർ ഇത് വെച്ച് ചെയ്യണതാണ്. ഈ റോളർ വെച്ചാണ് നമ്മൾ റാഗിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ബോക്സിൽ തന്നെ ഉണ്ട് കണ്ട റാഗിൻ്റെ ഡിസൈൻ കിടക്കുന്നുണ്ടോ. ഇതാണ് റാഗിൻ്റെ ഡിസൈൻ. ആൻറ്റിക്കോ ഡിസൈനിന് ഏറ്റവും സ്ക്വയർ ഫീറ്റ് ഒരു 210 രൂപ, ഏകദേശം 210 രൂപ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് 210 രൂപ ആൻറ്റിക്കോ ഡിസൈൻസ്. ഇത് 5 കിലോ 3000 റുപ്പീസ് വരും. 5 കിലോ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ. ഇതിപ്പോൾ ഇൻഫിനിക്സ് പുട്ടിയാണ്. ഇതും ഈ ഇൻഫിനിക്സ് പുട്ടിക്കാവുന്ന റേറ്റ് 155 രൂപ 1 kg. ഇത് ആൻറ്റിക്കോ പുട്ടി റേറ്റ് ബെഡായ. ഇത് ചോട്ട റേറ്റ് ഇൻഫിനിക്സ് പുട്ടിയാണ്. ഇത് വെച്ച് നമുക്ക് ആൻറ്റിക്കോ ചെയ്യാം. സെയിം ഇത് തന്നെയാണ്. കമ്പനി ഇങ്ങനെ പല രീതിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതും വെച്ച് ചെയ്യാം. कोई प्रॉब्लम नहीं है. ये पुटी अच्छा डालेगा वो इन्फिनिक्स, अच्छा डालेगा वो एंटिको डिज़ाइन बेस कोट अप्लाई पुटी, नो प्रॉब्लम. थोड़ा रेट है, कमी रेट है, अच्छा फिनिश है. वो एंटिको पुटी बड़ा रेट है, फिनिशिंग प्रॉब्लम नहीं है. वो बड़ा रेट है, स्क्वायर फीट बड़ा है. वो ये पुटी डालेगा तो स्क्वायर फीट थोड़ा कमी करेगा, अच्छा डालेगा. ठीक है. അപ്പോൾ അതിൻ്റെ ടോപ്പ് കോട്ട് അടിക്കണം. അതിൻ്റെ ടോപ്പ് കോട്ട് എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റിക്കോയുടെ ടോപ്പ് കോട്ടിന് വ്യത്യാസമുണ്ട്. റോയൽ പ്ലേയുടെ തന്നെ ആൻറ്റിക്കോക്ക് ആൻറ്റിക്കോയുടെ ടോപ്പ് കോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ആൻറ്റിക്കോയുടെ ടോപ്പ് കോട്ടാണിത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 MRP 2200 വരും. 2200 റുപ്പീസ് വരും. അപ്പോൾ ഇതാണ് ടോപ്പ് കോട്ട് വൈറ്റ്. ഇതിൽ നമ്മൾ കളർ മിക്സിങ് ചെയ്യുന്നതാണ്. ഇതാണ് ആൻറ്റിക്കോയുടെ ബേസ് കോട്ട് അടിക്കുന്നത്. റോയൽ പ്ലേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര വന്നില്ല. ഇപ്പോൾ റോയൽ പ്ലേക്കൊക്കെ ആണെങ്കിൽ സാധാ ഇതിന് വന്നത് ഇപ്പോൾ പൊട്ടിക്കണ്ട, പൊട്ടിച്ച് നോക്കാം എന്തായാലും റോയൽ പ്ലേ. ഇപ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്തല്ല നോൺ മെറ്റാലിക്സിന് 706 വന്നുള്ളൂ. 700 റുപ്പീസ്. ഇത് 2200. മെറ്റാലിക് ആകുമ്പോൾ റോയൽ പ്ലേയുടെ മെറ്റാലിക്സിനാണെങ്കിൽ നമുക്ക് വന്നത് 1210 രൂപ റേറ്റ് 1 ലിറ്റർ. അപ്പോൾ ഇത്ര റേറ്റ് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ, നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ആൻറ്റിക്കോക്ക് അതുകൊണ്ട് റേറ്റും കൂടുതലാണ്. സ്ക്വയർ ഫീറ്റ് ഈ പറഞ്ഞ പോലെ ഇത്ര റേറ്റ്. സ്റ്റെൻസിൽ ചെയ്യണവരായിരിക്കുമല്ലോ. ഇതൊക്കെ സ്റ്റെൻസിലാണ്. ഇപ്പോൾ ഡോൾഫിൻ്റെ ഇതൊക്കെ ഉള്ള സ്റ്റെൻസിൽ. ഇതിൻ്റെ ഉള്ളിലെ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വർക്ക് പറഞ്ഞാൽ ചെയ്തതിൻ്റെ എടുത്തണ്ട. ഇതാണ് എൻ്റെ ആ ഷീറ്റ്, സ്റ്റെൻസിൽ ഷീറ്റ്. ഈ ഷീറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വാളിൽ അപ്ലൈ ചെയ്ത് റോളറിന് ആപ്ലിക്കേഷൻ ചെയ്യാം. സ്റ്റെൻസിൽ അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. മേളിലൊക്കെ ചെയ്തേക്കുന്നത് ഡിസൈൻ്റെ ഒക്കെ ഇതാണ്. ടെക്സ്റ്റർ പരിചയപ്പെടാം. ടെക്സ്റ്റർ ഡിസൈൻ എല്ലാവരും ചോദിക്കാറുണ്ട് ടെക്സ്റ്ററിൻ്റെ ഇതെങ്ങനെ ചെയ്യുന്നത്, ടെക്സ്റ്റർ ഏത് വെച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ്റെ അൾട്ടിമ ടൊറിനോ എന്ന് പറയും.
ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ ടെക്സ്റ്റൈലാണ്. ഇതിപ്പോൾ അധികമില്ല, ഒരുപാട് കിട്ടാനില്ല, എന്നാലും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. ഏഷ്യൻ പെയിൻസിൻ്റെയാണ് അൾട്ടിമ ടൊറിനോ. ഇതിന് എം ആർ പി വരുന്നത് 6500 റുപ്പീസാണ് എം ആർ പി പ്രൈസ് വരുന്നത്. 6500 റുപ്പീസ് എം ആർ പി പ്രൈസ് ഈ മെറ്റീരിയൽക്കാണ് പ്രൈസ്. അപ്പോൾ ഇറ്റാലിയൻ പ്രൊഡക്റ്റാണ്. ചെറിയ തരി കുറവായിരിക്കും, ചെറിയ തരിവായിരിക്കും. അത് മേളിൽ കാണുന്ന ഡിസൈൻസ്, ഇപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന ഡിസൈൻസൊക്കെ ചെയ്യുന്നത് ഈ മെറ്റീരിയൽ വെച്ച്. ഇതിൻ്റെ തന്നെ വേറെ കമ്പനികളൊക്കെ ഉണ്ട്, ഗാൽടെക്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ഷോപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും നമ്മൾ ടെക്സ്റ്റർ പുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. സാധാ പുട്ടി നെയ്യേ सादा पुट्टी नहीं है, वो टेक्सचर पुट्टी है ना, तो वो स्टोन मटेरियल ऐड करता है, स्टोन ऐड करता है, इसको स्टोन ऐड करता है, ठीक है। वो स्टोन इसके अंदर थोड़ा थोड़ा स्टोन है. അതാണ് ഇതിൻ്റെ മേളിൽ സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ, അതാണ് ഈ ഡിസൈനിൻ്റെ മെറ്റീരിയൽസ്. ഇതാണ് ഗാൽടെക്സ്. ഗാൽടെക്സ് ചിപ്സ്, ബിഗ് ചിപ്സ് എന്ന് പറയും. 99 റുപ്പീസ് 1 kg. ഇത് ഈ സൈഡിൽ കാണിക്കുന്ന ഡിസൈൻ ഇല്ല, സ്ക്രാച്ച് ഡിസൈൻ്റെ ഇതാണ്, അതിൻ്റെ സ്റ്റോണാണിത്. ഇത് നോക്കിയേ, കണ്ടോ, ഇതാണ് സ്ക്രാച്ച് ഡിസൈൻ. സ്ക്രാച്ചിൻ്റെ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്സാണ്, ചിപ്സ്. ഇത് ഫുള്ള് ചിപ്സാണ്. ഈ ചിപ്സ് നമുക്ക് ഈ മെറ്റീरियल इसके अंदर ये चिप्स डालो, वो स्क्रैच डिज़ाइन पक्का हो गया, पक्का स्क्रैचिंग करेगा. ये चिप्स 99 रुपीज़ गैल्टेक्स चिप्स है. वो इसका बिग चिप्स M11 बिग चिप्स है, गैल्टेक्स चिप्स. ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഷോപ്പിൽ അവൈലബിൾ. ये चिप्स थोड़ा चिप्स इसके अंदर डालो, वो स्क्रैचिंग डिज़ाइन अच्छा बनाया. वो स्क्रीन का साइड में वो डिज़ाइन का फोटो है ना, वो डिज़ाइन ये चिप्स इसका अंदर डालने का बाद अप्लाई करेगा वो चिप्स है. സ്ക്രാച്ച് ഡിസൈനിൻ്റെ ബേസാണ് ബേസ് കോട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക്. അത് നമുക്കിപ്പോൾ ഏതുകൊണ്ട് അടിക്കാം, ബർജർ വേണമെങ്കിൽ വെതർ കോട്ട് ബ്ലാക്ക് അടിക്കാം. ഇച്ചിരി ഗ്ലോസി ബ്ലാക്ക് യൂസ് ചെയ്യണം ടെക്സ്റ്ററിൻ്റെ മേളിൽ കാണുന്ന ടെക്സ്റ്റർ പിന്നിൻ്റെ സൈഡിൽ കാണുന്ന ടെക്സ്റ്ററിൻ്റെ ബേസ് കോട്ടാണ് ബ്ലാക്ക്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം, മെറ്റാലിക് ഫിനിഷ്. ഇത് ഗോൾഡാണ്. ഇപ്പോൾ ഇൻഡിക്കോടെ മെറ്റാലിക് എവല്യൂഷൻ പ്ലാറ്റിനം സീരീസ് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയാനായിട്ട് നമുക്ക് വലിയ പ്രൈസ് ഇല്ല, 745 വരുന്നുള്ളൂ. 1 लीटर में हम लोगों को वो 300 स्क्वायर फीट अप्लाई करेगा 1 लीटर में. ये ब्लैक बड़ा रेट नहीं है, वो 281. वो ब्लैक स्टेनर करेगा के बाद वो 300 रुपीज़ 1 लीटर. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലിറ്ററിന് 300 വരും. ഇത് വെതർ കോട്ടാണ്. നമുക്ക് ഗ്ലോസി ടൈപ്പ് മാക്സിമം ഉപയോഗിക്കുക, എന്നാൽ മാത്രം നമ്മൾ ആ ചെയ്യുന്ന ഇതുണ്ടാവുള്ളൂ. റോളർ വെച്ച് നമ്മൾ മെറ്റാലിക് ഫിനിഷ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഇത് ചെയ്യുക കേട്ടോ. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ എങ്ങനെയാണ് അടിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റീരിയൽസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരു ടൂളുണ്ട്, അതെന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ ടൂളാണ് സീഷൽ എന്ന് പറയും, സീഷൽ ഡിസൈൻ, റോയൽ പ്ലേയുടെ സീഷൽ. അതിൻ്റെ ടൂളാണിത്, സീഷലിൻ്റെ. ഇതിപ്പോൾ ഒറിജിനൽ നമ്മൾ മേടിക്കണം, ഒറിജിനൽ ടൂളാണിത്. ഒറിജിനൽ നമ്മൾ ഡിസൈൻ ഇങ്ങനെ നമ്മൾ ഈ സാധനത്തിൽ ഡിസൈൻ ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഈ വീഡിയോ, അടുത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. എന്നാലും ഇതാണ് അതിൻ്റെ ടൂള് കേട്ടോ. എൻ്റെ സൈഡിൽ കാണുന്ന ഡിസൈൻ യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈനിൻ്റെ ടൂളാണിത്. ഈ ടൊറിനോ ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതാണ് സ്ക്രാച്ചിൻ്റെ. ഈ സ്റ്റോൺ വെച്ചിട്ട് ഈ സ്ക്രാച്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഭിത്തിയിൽ, അതായത് നമ്മൾ ഭിത്തിയിൽ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കും സ്ക്രാച്ച്. അതിന് വേണ്ടിയിട്ടാണ് ഈ കൈപ്പാണി. ഈ സ്ക്രാച്ചിൻ്റെ കൈപ്പാണിയാണ്. നമുക്ക് ഇത് നിസാരമുള്ള 100 रुपीज़ൊക്കെ വരുള്ളൂ. ये पीस 100 रुपीज़ है. डेली यूज़ करने डेली യൂസ് ടൂൾ തന്നെ 100 रुपीज़. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫസ്റ്റ് റീഅടിച്ച് ഒന്നും മനസ്സിലാവില്ല. അറിയാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇതാണ് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിസൈൻ്റെ മെറ്റീരിയൽസ്. ഇതൊക്കെ നമ്മൾ അറിയാത്തവർ ഇത് കണ്ട് മനസ്സിലാക്കുക. പുതിയ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ ടൂൾസൊക്കെ ഞാൻ വഴിയെ ചെയ്യാം. ഒരു ടൂൾസും കൂടി ഉണ്ട്. ഇത് സാമ്പിൾ ടെൻ എന്ന് പറയുന്നത് റോയൽ പ്ലേ തന്നെയാണ്. റോയൽ പ്ലേ സാമ്പിൾ ടെൻ. ഇതിൻ്റെ ഈ ഭാഗം കേട്ടോ, ഈ പീസ് ഇത് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റൗണ്ട്. ബ്ലൂം എന്ന് പറയും, ബ്ലൂം ഡിസൈൻ ടൂൾ. ഇതാണ് ബ്ലൂം ഡിസൈൻ്റെ ടൂൾ.
ഈ സാധനമാണ്, ഇതാണ് അതിൻ്റെ ആ ടൂളിൽ ഡിസൈൻ വന്നത്. 200 ml റോയൽ പ്ലേ പാക്കിംഗ്, 175 റുപ്പീസ് ഉള്ളൂ. ഇത് യൂസ് ചെയ്യണം, അതിൻ്റെ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ടൂൾ. ഇതിൻ്റെ അതായത് ബ്ലൂമ്, ഇതിപ്പോൾ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസൈൻ ഈ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഒരു 200 ml ബോട്ടിൽ വെച്ചാണ് ഈ ഡിസൈൻ ബനായ. നമ്മുടെ ഹിന്ദി കുറച്ച് ഹിന്ദി സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അതാണ് ഞാൻ ഇടയിൽ ഹിന്ദി പറയുന്നത്. എല്ലാവരും हिंदी हमको हिंदी नहीं अच्छा मालूम नहीं है, थोड़ा हिंदी है, वो प्रॉब्लम करेगा वो ക്ഷമാപണം करेगा. ആണോ, ഇത് വേറെ ടൂളാണ്. ഈ ടൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഏഷ്യൻ പെയിൻസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും റോയൽ പ്ലേ വെച്ച് വുഡ് വരയ്ക്കുന്നത്, വുഡിൻ്റെ ഗ്രെയിൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. ഈ ചെറിയ ഭാഗങ്ങൾ വരുമ്പോൾ ഈ ചെറിയ ടൂൾ ഉപയോഗിക്കാം. ഞാൻ ഡിസൈൻ ചെയ്യണതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗ്രെയിൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈൻടെക്സിൽ എടുത്ത് സെർച്ച് ചെയ്താൽ സൈൻടെക്സിൽ സെർച്ച് കരോ ടൂൾസ് ഡിസൈൻ മേരാ ചാനൽ में. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ഈ ഡിസൈൻ്റെ. ഇത് നമ്മൾ വലിയ പീസിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ വലിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ചെരിച്ചാണ് കൊടുക്കുമ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഓട്ടമാണ് ആ ഡിസൈൻ ചെയ്ത് കാരണം. അപ്പോൾ അതിനുള്ള ടൂളാണിത്. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും, ഈ ഡിസൈൻ ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടും. ഇതിനിപ്പോൾ ഈ വലുതിനാണെങ്കിൽ ഒരു 540 600 റേറ്റ് വരുന്നുണ്ട്, ചെറുതിൻ്റെ ഒരു 400 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ടൂളാണ്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടാണ്. ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ ടൂളാണ്, ഒറിജിനൽ പക്ക ടൂള്, ഒറിജിനൽ റബ്ബറാണ്. റബ്ബർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൗണ്ട് കൂടിയ റബ്ബർ ഉണ്ട്, അതാകുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. ഇത് കമ്പനി ടൂളാണ്. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റേതാകുമ്പോൾ തേയ്മാനം പെട്ടെന്ന് കൂടും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ടൂൾ. ഇപ്പോൾ സൈഡിൽ ഞാൻ സീലിങ്ങിൽ ചെയ്തേക്കണുണ്ടോ, സൈഡ് സ്ക്രീനിൽ നിങ്ങൾ നോക്കി ചെയ്തേക്കണത് ഈ ടൂൾ വെച്ച് ചെയ്തേക്കണം. ഈ 2 ടൂൾ വെച്ച് ചെയ്തേക്കണം ഡിസൈനാണ്. ഇതാണ് ആ ടൂളിൻ്റെ ഇത്.